ഈ ലോകത്ത് അല്ലാഹു തആല എന്തൊക്കെ തന്നിട്ടുണ്ടോ ആ നൽകപ്പെട്ട സർവ്വതിനെ പറ്റിയും പരലോകത്ത് ചോദ്യമുണ്ട്. ഈ ലോകത്ത് അല്ലാഹു നൽകിയത് പ്രൊഫഷണൽ മേഖലയാണെങ്കിൽ, ആരോഗ്യമാണെങ്കിൽ, ആയുസ്സാണെങ്കിൽ, സമ്പത്താണെങ്കിൽ, വാഹനമാണെങ്കിൽ, എന്തിന് ചലിപ്പിക്കാൻ കഴിയുന്ന കൈകളും, കാണാൻ കഴിവുള്ള കണ്ണുകളും, കേൾക്കാൻ കഴിവുള്ള ചെവികളും, സംസാരിക്കാൻ കഴിവുള്ള നാവുകളും, നടക്കാൻ കഴിവുള്ള കാലുകളും, ദഹിക്കാൻ പറ്റുന്ന ആമാശയങ്ങളാവട്ടെ, നിങ്ങളോട് ഓരോന്നിനെ പറ്റിയും അല്ലാഹു നാളെ ചോദിക്കും. അതുകൊണ്ടല്ലേ ഒരിക്കൽ മദീന പള്ളിയുടെ അരികിലുള്ള വീട്ടിന്ന് ഈത്തപ്പന ഓലയിൽ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുക. അരികിൽ കിടക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്താണ് റസൂലെ നിങ്ങൾക്കൊരു സങ്കടം, ഉറക്കം വരാത്ത? അല്ലാഹുവിന്റെ റസൂൽ കണ്ണുനീരോട് ആയിഷ ബീവിനോട് പറഞ്ഞത്, ആയിഷ വിശന്നിട്ട് വയ്യാന്ന. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കോടിക്കണക്കിന് സ്വത്തുക്കളുള്ള ബൈത്തുൽ മാലുണ്ട്, വനീമത്ത് സ്വത്തുക്കൾ ഉള്ളതുണ്ട്. ഉഹദിലും ഖൈബറിലും ഹന്തക്കിലും അതോടൊപ്പം ബദറിലും പിടിക്കെടുത്തെടുത്ത നിരവധി സ്വത്തുക്കളുള്ള ഒരു ബൈത്തുൽ മാൽ ഉണ്ടായിട്ടും അന്ന് അതൊക്കെ സംരക്ഷിച്ചു പോരുന്ന അള്ളാഹുവിന്റെ ഹബീബ് പട്ടിണിയാ. ആ പട്ടിണിയിൽ ആശ്വാസം തോന്നാൻ എഴുന്നേറ്റ് നടന്നു. ഇരുട്ടത്താരോ എതിരെ വരുന്നു. ചോദിച്ചു, ആരാ? അദ്ദേഹം പറഞ്ഞു, ഞാൻ സിദ്ദീഖുൽ അക്ബർ റസൂലെ. കേട്ട ചരിത്ര നമ്മള്. സിദ്ദീഖുൽ അക്ബറും പറഞ്ഞു, റസൂലെ പട്ടിണി കൊണ്ട് ഉറക്കം വരുന്നില്ല, വിശന്നിട്ട് വയറ് കാളുക റസൂലെ. ഇതാരാ പറയുന്നത്? ഒരിക്കൽ ശത്രുവിന്റെ മുഖത്തു നോക്കി ആ ശത്രു പീഡിപ്പിക്കുന്ന ബിലാൽ ഇബ്നു റവാഹനെ ചൂണ്ടി ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, നീ പറയുന്ന വില ഞാൻ തരും ബിലാലിനെ മോചിപ്പിക്കുകയാണെങ്കിൽ. അന്ന് അവര് ചോദിച്ച വില കൊടുത്തിട്ടാണ് സിദ്ദീഖുൽ അക്ബർ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുന്നത്. ഇരുമ്പിന്റെ പരവതാനി ചുട്ടുപഴിപ്പിച്ച് അതിൽ മലർത്തിക്കടച്ച് വീണ്ടും ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ മുതുക്കത്തേക്ക് ആ കത്തിയാളുന്ന വിറകുകൊള്ളിയെടുത്ത് കുത്തുന്നത് കണ്ടപ്പം സിദ്ദീഖുൽ അക്ബർ ചോദിച്ചിട്ടുണ്ട്, നീ പറയുന്ന വില ഞാൻ തരും, ആ ഖബ്ബാബിനെ മോചിപ്പിക്കണം. അങ്ങനെ ഇസ്ലാമിക ലോകത്ത് സർവ്വരെയും ഇസ്ലാമിന്റെ തണലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവസാനം ദരിദ്രനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, പട്ടിണിയാ റസൂലേ, വിശന്നിട്ട് വയ്യ. അല്പം കൂടി മുൻപോട്ട് പോയപ്പം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉമറും കണ്ണീരോടെ പറഞ്ഞു, റസൂലേ പട്ടിണിയാ. ഇതാരാ മനുഷ്യരെ പറയുന്നതെന്നറിയോ നിങ്ങൾക്ക്? ഉമറിന്റെ ജീവിത കാലഘട്ടം മുതൽക്ക് മക്കയിൽ ഉമറിന്റെ പേര് കണ്ടാൽ ആളുകൾ പറയ്ക്കും. അന്നത്തെ മക്കയിൽ ഏറ്റവും വലിയ ഗോത്രത്തിൽ ഏറ്റവും വലിയ കേടിയായി കൊട്ടേഷൻ ഏറ്റെടുത്ത് ആയിരക്കണക്കിന് ചുവന്ന ഒട്ടകങ്ങളുടെ മുതലാളിയായി ആളുകളുടെ കുത്തിപ്പറിച്ചും കൊള്ള നടത്തിയും അന്ന് ലോകം വാണിരുന്ന അന്നത്തെ മക്കയിലെ ഗോത്രക്കാരുടെ പേടി സ്വപ്നം. 100 ഒട്ടകങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ കഴുത്തറുക്കാമെന്ന അതേ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണീരോടെ പറയാ, പട്ടിണിയാ നബിയേ. 3 പേരും കൂടി മുൻപോട്ട് നടക്കുമ്പോൾ ഒരു ദരിദ്രനായ സ്വഹാബിന്റെ വീട്ടിൽ ഒരു വിളക്ക് കാണും. അരികിൽ ചെന്ന് സലാം പറയും. 3ാമത്തെ പറച്ചിലിന് 2 തവണ സലാം മടക്കല് കിട്ടാതെ 3ാമത്തെ തവണ പറയുമ്പോ സലാം മടക്കല് കിട്ടുമ്പോ റസൂല് ചോദിക്കുന്നുണ്ട്, എന്തേ സഹോദര ഇനി ആദ്യം സലാം മടക്കാത്ത? ആ ദരിദ്രൻ പറയും, പ്രവാചകരെ, നിങ്ങൾ ഭക്ഷണത്തിന് വന്നതാന്ന് എനിക്ക് മനസ്സിലായി. ഞാനും എന്റെ മക്കളും ഭാര്യയും ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. നിങ്ങൾ ഓരോ സലാം കേൾക്കുമ്പോഴും ഞാൻ എന്റെ വീട് തിരയുകയാ, എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ. അവസാനം കിട്ടിയ ഒരു കാരക്ക റസൂലിന്റെ കയ്യിലേൽപ്പിച്ചിട്ട് ആ സ്വഹാബി പറഞ്ഞു, ഇതേ ഉള്ളൂ റസൂലെ ഈ വീട്ടിൽ. ആ കാരക്ക 6 കഷണങ്ങളായി ചീന്തിയെടുത്ത് 2 കഷണം ഭൃത്യൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ കൈമ കൊടുത്തിട്ട് റസൂൽ ആദ്യം പറയുന്നത് എന്താ അറിയോ? ഇതിന്റെ ആയിഷാക്കും എന്റെ ഫാത്തിമാക്കും കൊടുക്കണം. 3 ദിവസമായി എന്റെ ആയിഷയും ഫാത്തിമയും പട്ടിണി കൊണ്ട് വീട്ടിൽ കിടക്കുക. ബാക്കിയുള്ള 3 കഷണങ്ങൾ ഒന്ന് സിദ്ദീഖുൽ അക്ബറിനും ഉമർ ഇബ്നുൽ ഖത്താബിനും അബ്ദുള്ളാക്കും ഏൽപ്പിച്ച് ബാക്കി ഒരു കാരക്കന്റെ കഷണം എടുത്തിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് ചൂണ്ടി. ആ കാരക്കയുടെ ചീളിലേക്ക് നോക്കി നിന്ന് കരയുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, എന്തിനാ നബി നിങ്ങൾ കരയുന്നത്? ഇങ്ങനെയൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുത്തിട്ടും പട്ടിണിയായി പോയ സങ്കടാണോ നിങ്ങളെ കണ്ണീര്? അള്ളാഹുവിന്റെ റസൂലുള്ള തലയാട്ടിയിട്ട് പറഞ്ഞു, വല്ലാഹി വല്ലാഹി സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ നൽകപ്പെട്ട കാരക്കയുടെ കഷണത്തെ കുറിച്ച് പോലും എനിക്ക് എന്റെ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. ഈ കാരക്കയെ പറ്റി പോലും പടച്ചോൻ ചോദിക്കല്ലോ എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു സഹാബാക്കളെ. ഒരു കാരക്കന്റെ ചീളിന് വേണ്ടി കരഞ്ഞ അള്ളാഹുവിന്റെ ഹബീബ് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരത്ത് ഇങ്ങനെ കരയും. സഹാബാക്കളേക്കും മരിക്കാൻ പേടിച്ച് കരയാണോ അബൂ ത്വൽഹ? അബൂ ത്വൽഹ പറയും, അല്ല. പിന്നെന്തിനാ ഇങ്ങി കരഞ്ഞ്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയും, ഇക്കണ്ട സൗകര്യം പടച്ചോൻ എനിക്ക് തന്നു, ഇതൊന്നും തരാത്ത എത്ര മനുഷ്യന്മാർ ഈ ദുനിയാവിലുണ്ട്. അപ്പൊ സഹാബാക്കൾക്ക് തന്നെ ഒരു അത്ഭുതം. അങ്ങേയറ്റം ദരിദ്രനായ അബൂ ത്വൽഹാനെ പണക്കാരനായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ എന്താ അള്ളാഹ് എത്ര കൊടുത്തെന്ന് അബൂ ത്വൽഹ വാദിക്കുന്നത്? ആ വീട് മൊത്തം അവര് തെരഞ്ഞു. വീടിന്റെ പല ഭാഗവും അവര് മാന്തി നോക്കി, കുഴിച്ചിട്ടുണ്ടോന്നറിയാൻ. അവസാനം അവര് വന്ന് ചോദിച്ചു, അബൂ ത്വൽഹ
എനക്ക് എന്താ പടച്ചോൻ തോനെ തന്ന് കൂടുതൽ തന്നു എന്ന് പറയുന്നത്? അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മൂലയിലേക്ക് ഇങ്ങനെ ചൂണ്ടി. ആ ചൂണ്ടിയ ഭാഗത്ത് സഹാബത്ത് കണ്ടത് തുരുമ്പ് പിടിച്ച് പൊട്ട വീണ ഒരു പ്ലേറ്റും വക്ക് പൊട്ടിപ്പോയൊരു തോൽപാത്രവും. ആ പാത്രവും പാട്ടയും ചൂണ്ടിയിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീനത്തെ പള്ളിയിൽ 5-6 ദിവസം ഭക്ഷണം കിട്ടാതെ പ്രവാചകനും സഹാബത്തും നെഞ്ചുപൊട്ടി കരഞ്ഞ് ജീവിക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ പാത്രം തന്ന റബ്ബിനോട് ആ പാത്രത്തിന്റെ കണക്ക് ഞാൻ പറയണ്ടേ എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല സഹാബത്തെ. തിന്നാൻ പാത്രം കിട്ടിയ സഹാബത്തിന് ആ പാത്രം കിട്ടിയതിന്റെ പേരിൽ സങ്കടം. കാരണം സഹാബാക്കളിൽ പലരും കൈ നീട്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുൻപിന്ന് ഗോതമ്പിന്റെ കഞ്ഞി വാങ്ങിപ്പോയത്. നൽകപ്പെട്ട ഏത് അനുഗ്രഹങ്ങളെ പറ്റിയും നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും.